ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടി വിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ ചിക്കൻ, 3 ചെറിയ സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 10 ചെറിയ ഉള്ളി, ഒരു കുടം വെളുത്തുള്ളി, ഒരു തക്കാളി. അപ്പൊ നമ്മൾ പാൻ ചൂടാക്കാണ്. കുറച്ച് എണ്ണ ഒഴിക്കുന്നു. ഇനിയിപ്പോൾ ആദ്യം കുറച്ച് കറിവേപ്പില ഇടാം, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോകുന്നവരെ അതൊന്ന് ജസ്റ്റ് വാട്ടിയിട്ട് അതിനുശേഷം ചെറിയ ഉള്ളി, സവാള, അത് രണ്ടും ഇട്ടിട്ട് നന്നായി ഇളക്കി നന്നായി വാടി വരണം. അതിനു വേണ്ടി നന്നായി വാടി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇത്രയായാൽ മതി. തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് എളുപ്പം ആയിക്കിട്ടും. തക്കാളി ഇട്ടിട്ട് മൂടി വെക്കും തക്കാളി വേവാനായിട്ട്. 5 മിനിറ്റ്സ് കഴിയുമ്പോൾ തുറന്ന് നോക്കുക. തക്കാളി നന്നായി ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. ഇവിടെ തക്കാളി നന്നായി വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇനി പൊടികളിടാം. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ. ഇതിലും കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂട്ടിയിടാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നതുവരെ നന്നായി വഴറ്റി. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതിലേക്ക് ചിക്കൻ ഇടാം. ഇവിടെ ഈ ചിക്കൻ കാല് മാത്രമേ ഉള്ളൂ. അതിട്ട് നന്നായി ഇളക്കി ചിക്കൻ വേവുന്നത് വരെ മൂടി വയ്ക്കാം. ഇതിപ്പോൾ നമുക്ക് ലെഗ് പീസ് മാത്രം കിട്ടിയാണ് ലെഗ് പീസ് വെച്ച് ഇടാണ്. ഫുള്ളായിട്ടുള്ള ചിക്കൻ കിട്ടുമ്പോൾ ഫുള്ളായിട്ട് തന്നെ ചിക്കൻ ഇടണം, എന്നാലേ അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് വരുള്ളൂ. ഇനി അത് മൂടി വയ്ക്കാം. ചിക്കൻ വേകുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. ചിക്കൻ ഒരുവിധം വെന്ത് ഇതായിട്ടുണ്ട്. ചെറുതായിട്ട് ഗ്രേവി ഉണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില,
കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചിക്കൻ്റെ ലെഗായ കാരണം ഇളക്കാനും ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധാരണ ചിക്കൻ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായി വരും. അങ്ങനെ ഇന്നത്തെ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. മല്ലിയില ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നാലും അതിൻ്റെ ഒരു സ്മെല്ല് എല്ലാ പീസിലേക്ക് അങ്ങോട്ട് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി വെച്ച് കഴിഞ്ഞാൽ ഇനി സെർവ് ചെയ്യാനായിട്ട് റെഡി. നമ്മുടെ ചിക്കൻ കറി സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേ പാത്രത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മണം. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. വായല് കപ്പൽ ഓടിക്കൊണ്ടിരിക്കുക. ചിക്കൻ കറി ടേസ്റ്റിയാണ്.